നമസ്കാരം. ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരമായ സാക്ഷി മാലിക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട്. വനിതാ ഗുസ്തി താരങ്ങളുടെ കണ്ണീരിൽ കേന്ദ്ര സർക്കാർ മൗനം വെടിയണമെന്നാണ് AICCയുടെ ജനറൽ സെക്രട്ടറിയായ രൺദീപ് സിംഗ് സുർജേവാല ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഇതൊരു രാഷ്ട്രീയ അവസരമായി കണ്ടു തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ബംഗാളിന്റെ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ മമതാ ബാനർജിക്ക് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. കാരണം മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷി മാലിക്കിനെ മത്സരിപ്പിക്കണമെന്നാണ് INDA നേതാക്കളോട് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള ചില ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പ്രിയങ്ക ഗാന്ധി തന്നെ മോദിയെ നേരിടുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഇത് മറ്റൊരു കോൺഗ്രസ് നേതാവിലേക്ക് പോവുകയായിരുന്നു. അജയ് റായ് ആയിരുന്നു അന്ന് നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചതും അവിടെ തോൽവി ഏറ്റുവാങ്ങിയതും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആര് മത്സരിക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ചോദ്യം തന്നെയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നേതാവ് തന്നെ ആ മുഖമായി വരേണ്ടതും ആവശ്യമാണ്. ഇതിനിടയിലാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം INDA നേതാക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യത്തിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ കടുത്ത പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി നിതീഷ് കുമാറിനെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് ആശ്വസിപ്പിച്ചിരിക്കുന്നത്. ചർച്ചകൾക്കൊടുവിൽ മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ എന്നതായിരുന്നു രാഹുൽ ഗാന്ധി നിതീഷ് കുമാറിന് നൽകിയ ഉറപ്പ്. അങ്ങനെ INDA എന്ന സഖ്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മമതാ ബാനർജി ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ആരെയാണ് ലക്ഷ്യമാക്കുന്നതെന്ന് വ്യക്തമല്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട എതിരാളികളെ എല്ലാം നേരിടാൻ തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, BJPയുടെ മുഖമായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ സാക്ഷി മാലിക്കിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മമതാ ബാനർജി ഉയർത്തുന്നത്. എന്തായാലും ദീദി ഇടയ്ക്കിടെ നടത്തുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ INDA എന്ന സഖ്യത്തിന് നടുക്കമുട്ടും മാറുന്നില്ല. പ്രത്യേകിച്ചും അത് ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.